ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആതിര. നമ്മൾ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻ. എക്സ്ട്രാ ഇൻഷുറൻസ് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടി അത് നമുക്ക് പഠിക്കേണ്ടതാണ്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റും ഞാൻ കൂടെ പറയുന്നുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏത് വീഡിയോയാണെന്ന് വരെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ക്ലാസ് കാണുന്നവർ ആ ക്ലാസ്സും കൂടി കണ്ട് അല്ലെങ്കിൽ ലെക്ചർ നോട്ട് വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഉറപ്പിക്കുക. ഒരു റിവിഷൻ എന്ന രീതിയിൽ ഇതിനെ എടുക്കുക. അപ്പോൾ ഇത് മൂന്നാമത്തെ ക്ലാസ്സാണ്. ഇനി ഒരു ക്ലാസ്സും കൂടി. ഇതിൽ 50 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഒരു 30 ക്വസ്റ്റ്യൻസ് 80 വരെയാണ് നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിൽ അക്കൗണ്ടിങ് റിലേറ്റഡ് ഉണ്ടായിരുന്നുള്ളൂ. 20 CA ആൻഡ് GK ആയിരുന്നു. അപ്പോൾ ഇത്തവണ അതില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് 80 ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. 25 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് നോക്കാം. Rebate on bills discounted for a banking company is. Rebate on bills discounted for a banking company is. എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ, ലൈബിലിറ്റി ആണോ, അതോ ഒരു അസറ്റ് ആണോ? റിബേറ്റ് എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് കമ്പനി, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു ലൈബിലിറ്റിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഫോർ എ ബാങ്കിങ് കമ്പനി ഈസ് എ ലൈബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഇൻ കേസ് ഓഫ് സ്റ്റാൻഡേർഡ് അസറ്റ് ഈസ് ടു ബി മെയ്ഡ് അറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ കേസിൽ പ്രൊവിഷൻ എത്രയാണ്, എത്ര ശതമാനമാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ആയിട്ട് വരുന്നത്? എത്ര ശതമാനമാണ്? 0.4% ആണ്. 0.4%. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഇൻ കേസ് ഓഫ് സ്റ്റാൻഡേർഡ് അസറ്റ് ഈസ് ടു ബി മെയ്ഡ് അറ്റ് 0.4%. അടുത്ത ക്വസ്റ്റ്യൻ. A reserve created by a banking company as per Section 17 of the Banking Regulation Act 1949. Banking Regulation Act 1949 സെക്ഷൻ 17 മുഖേന ബാങ്കിങ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ് ഏതാണ്? ഏത് റിസർവാണ്? ജനറൽ റിസർവ്, സ്റ്റാറ്റ്യൂട്ടറി, ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ. ഏത് വരും? ഓപ്ഷൻ ബി സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. എ റിസർവ് ക്രിയേറ്റഡ് ബൈ എ ബാങ്കിങ് കമ്പനി ആസ് പെർ സെക്ഷൻ 17 ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. As per IRDA regulations, an insurance company is required to prepare. ഇൻഷുറൻസ് ആയി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വീണ്ടും വന്നിരിക്കുന്നത്. IRDA റെഗുലേഷൻസ് പ്രകാരം ഏതാണ് ഇൻഷുറൻസ് കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ടത്? റവന്യൂ, P&L, ബാലൻസ് ഷീറ്റ്, ഓൾ ഓഫ് ദി എബോവ്. ഏതാണ്? എല്ലാം വേണം അല്ലേ? റവന്യൂ അക്കൗണ്ട്, P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആവശ്യമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ റീപ്ലേസ്മെൻറ്റ് ഓഫ് ആൻ അസറ്റ്, any amount realized on account of sale of old material is credited to. നമ്മളൊരു അസറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ ഓൾഡ് ഇത് സെയിൽ ചെയ്തു അല്ലേ? എനി എമൗണ്ട് റിയലൈസ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് സെയിൽ ഓഫ് ഓൾഡ് മെറ്റീരിയൽ സെയിൽ ചെയ്തപ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടി. അത് ഏതിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഏതിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ് നോക്കി. റീപ്ലേസ്മെൻറ്റ് അക്കൗണ്ട്, അസറ്റ് അക്കൗണ്ട്, റവന്യൂ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഏതിലേക്കാണ് വരിക? ഇത് PSC ഡിലീറ്റ് ചെയ്തതാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ഏതിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. മാറിപ്പോരുത് കേട്ടോ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കുക. ഓൺ റീപ്ലേസ്മെൻറ്റ് ഓഫ് ആൻ അസറ്റ് ആൻഡ് എമൗണ്ട് റിയലൈസ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് സെയിൽ ഓഫ് ഓൾഡ് മെറ്റീരിയൽ ഈസ് ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, ഓപ്ഷൻസിൽ ഇല്ലല്ലോ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇല്ലാത്തത് കൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. An irrecoverable cost which is caused by complete abandonment of a plant. Irrecoverable cost നമ്മൾ കോസ്റ്റിംഗിൽ പഠിച്ചതാണ്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? An irrecoverable cost which is caused by complete abandonment of a plant. ഓപ്ഷൻ സി ആണ്, sunk cost. Irrecoverable cost sunk cost ആണ്. അടുത്തത്. Per unit fixed cost. Per യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ്. പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റിന് എന്ത് സംഭവിക്കും നോക്കി. ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്,
decreases with increase in output, remain constant with increase in output, none of these. Per unit fixed cost ആണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഫിക്സഡ് ആയിരിക്കും, റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയും. ഇത് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ അതോ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമോ? അതൊന്നുമല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് കൂടുമ്പോൾ അത് ഡിക്രീസ് ചെയ്യുന്നു, പെർ യൂണിറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ എ റിഫൈനറി? നമ്മൾ ഓരോ കോസ്റ്റിങ്ങിൽ നമ്മുടെ അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും കൂടാതെ കോസ്റ്റിംഗ് പഠിച്ചപ്പോൾ അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ജോബ് കോസ്റ്റിങ്ങിൽ ഏതൊക്കെ വരും, ബാച്ച് കോസ്റ്റിങ്ങിൽ ഏതൊക്കെ വരും എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ ക്ലാസ് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? റിഫൈനറിയിൽ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതായിരിക്കും? സ്റ്റാൻഡേർഡ്, ബജറ്ററി, പ്രോസസ്, ബാച്ച്. റിഫൈനറിയിൽ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതാ വരിക? ഓപ്ഷൻ സി, പ്രോസസ് കോസ്റ്റിംഗ് ആണ് റിഫൈനറിയിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഓർഡേർഡ് അറ്റ് വൺ ടൈം ഈസ് നോൺ ആസ്. ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഓർഡേർഡ് അറ്റ് വൺ ടൈം ഈസ് നോൺ ആസ്. ഇത് നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ അല്ലേ? EOQ കാണാനുള്ള ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഓർഡേർഡ് അറ്റ് വൺ ടൈം ഈസ് നോൺ ആസ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഫിഫോ മെത്തേഡ്, ലിഫോ പ്രൈസിങ് മെറ്റീരിയൽസ് അല്ലേ? മെറ്റീരിയൽ പ്രൈസിങ്ങിൻ്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ഫിഫോ, ലിഫോ. പിന്നെ എന്താണ്? സിമ്പിൾ ആവറേജ് മെത്തേഡ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ലിഫോ എന്ന് പറയുമ്പോൾ ഇന്നതിന്, ഫിഫോ എന്ന് പറയുമ്പോൾ ഇന്നതിന് അല്ലേ? അത് തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ഫിഫോ മെത്തേഡ് ഓഫ് വാല്യൂവിങ് മെറ്റീരിയൽ ഇഷ്യൂസ് ഈസ് സ്യൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ്. എപ്പോഴാണ് ഫിഫോ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? പ്രൈസ് കുറയുമ്പോൾ, ഫാൾ ചെയ്യുമ്പോഴാണോ, റൈസ് ചെയ്യുമ്പോഴാണോ, കോൺസ്റ്റൻറ്റ് പ്രൈസിലാണോ അതോ ഫ്ലക്ച്വേറ്റിംഗ് പ്രൈസിലാണോ? എപ്പോഴാണ് ഫിഫോ മെത്തേഡ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? എപ്പോഴാണ്? പ്രൈസ് ഫാൾ ചെയ്യുമ്പോഴാണ്. ഫിഫോ മെത്തേഡ് പ്രൈസ് ഫാൾ ചെയ്യുമ്പോഴാണ്. ഇതൊക്കെ നമ്മൾ കോസ്റ്റിങ്ങിൽ പഠിച്ച കാര്യമാണ്. കോസ്റ്റിംഗ് എന്തായാലും എല്ലാത്തിലും കോസ്റ്റിംഗ് വരാറുണ്ട്. ഇതിനു മുമ്പുള്ള എല്ലാ എക്സാംസിലും കോസ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫിഫോ, എഫ് അല്ലേ? എഫ് എന്ന് പറയുമ്പോൾ, ഫിഫോ എന്ന് പറയുമ്പോൾ തന്നെ എന്തോർക്കുക? ഫാളിംഗ് എന്ന് ഓർക്കുക. ലിഫോ ആണെങ്കിലോ അത് നമ്മൾ പ്രൈസ് റൈസ് ചെയ്യുന്ന പീരീഡിലാണ് മോർ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ മെറ്റീരിയൽ പ്രൈസിങ്ങിൽ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? സിമ്പിൾ ആവറേജ് മെത്തേഡ് പഠിച്ചു, പിന്നെ വെയ്റ്റഡ് ആവറേജ് മെത്തേഡും പഠിച്ചിരുന്നു. ഇനി which method of valuing material issue is suitable for material purchased for a particular work or job? ഒരു പർട്ടിക്കുലർ വർക്കിനോ ജോബിനോ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് മെറ്റീരിയൽ വാല്യൂവിന് ഏറ്റവും മികച്ച മെത്തേഡ് ഏതാണ്? ഇൻഫ്ലേറ്റഡ് പ്രൈസ് മെത്തേഡ്, മാർക്കറ്റ് പ്രൈസ് മെത്തേഡ്, സ്പെസിഫിക് പ്രൈസ് മെത്തേഡ്, ആവറേജ് കോസ്റ്റ് മെത്തേഡ്. ഏത് വരും? ഒരു പർട്ടിക്കുലർ വർക്കിനോ ജോബിനോ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ സി, സ്പെസിഫിക് പ്രൈസ് മെത്തേഡാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. സ്പെസിഫിക് പ്രൈസ് മെത്തേഡ്. അടുത്തത്, വേജസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ. വേജസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? വേജസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്, പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിൽ ആരാണ് വേജസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇതൊക്കെ മെറ്റീരിയലായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്, മെറ്റീരിയലായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് എല്ലാം ചോദിക്കുന്നത് അല്ലേ? EOQ, മെറ്റീരിയൽ ലോസ്, നോർമൽ ലോസ്, പിന്നെ എന്തായിരുന്നു ABC അനാലിസിസ്. ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചില്ലേ? മെറ്റീരിയലായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും ചോദിക്കാറുള്ളതും ഇപ്പോൾ ഈ ക്വസ്റ്റ്യന് വന്നേക്കുന്നതും അതൊക്കെ തന്നെയാണ്. വേജസിൻ്റെ കാര്യം നമ്മളല്ലാതെ പഠിച്ചിരുന്നു. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വേജസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ് വേജസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓപ്ഷൻ ബി, പേറോൾ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓപ്ഷൻ ബി, പേറോൾ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. വേജസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ,
ലേബർ ടേൺ ഓവർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ. ലേബർ ടേൺ ഓവർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ. ഇതിലേതാണ് ഉത്തരം? ലേബർ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഏതാണ്? ഇക്വേഷൻ ഏതാണ്? ഏത് വരും? ലേബർ ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ലേബർ ടേൺ ഓവറിൻ്റെ ആ ക്ലാസ് ഒന്ന് കണ്ടാൽ മതി കേട്ടോ. ലേബർ എന്നുള്ള ക്ലാസ് ഒന്ന് കാണാം. അതിൽ നമ്മൾ ലേബർ ടേൺ ഓവർ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ റെമ്യൂണറേഷൻ, പിന്നെ എന്തായിരുന്നു, വേജ് പേയ്മെൻറ്റ്, അതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ലേബറിൻ്റെ കേസിൽ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. LTR എന്ന് പറഞ്ഞ് നമ്മൾ ലേബർ ടേൺ ഓവറിൻ്റെ കാര്യം പഠിച്ചതായിരുന്നു. ഏതൊക്കെ മെത്തേഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്? സെപ്പറേഷൻ മെത്തേഡ് ഉണ്ടായിരുന്നു അല്ലേ. സെപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ ഇൻറ്റു 100, എല്ലാം ഇൻറ്റു 100 ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് ഉണ്ടായിരുന്നു. അതിൽ റീപ്ലേസ് ചെയ്ത വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഓൺ റോൾ ഇൻറ്റു 100. പിന്നെ ഫ്ലെക്സ് മെത്തേഡ് ഉണ്ടായിരുന്നു. ഫ്ലെക്സ് മെത്തേഡിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ലെഫ്റ്റ് പ്ലസ് നമ്പർ ഓഫ് വർക്കേഴ്സ് റീപ്ലേസ്ഡ് ഡിവൈഡഡ് ബൈ ആവറേജ് നമ്പർ ഓഫ് വർക്കർ ഓൺ റോൾ ഇൻറ്റു 100 അല്ലേ. പിന്നെ ഏത് മെത്തേഡ്? റിക്വയർമെൻറ്റ് മെത്തേഡ്. ഇങ്ങനെ 4 മെത്തേഡുമാണ് പഠിച്ചത്. അപ്പോൾ ഇതിലൊന്നിലും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തേക്കാണ്? ഈ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തേക്കുവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെൻറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ വേ ദ സ്പീഡ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് വർക്കർ. പ്രൊഡക്ഷൻ സ്പീഡ് വർക്കറിൻ്റെ കൺട്രോളിനും അതീതമാണെങ്കിൽ ഏത് വേജ് പേയ്മെൻറ്റ് മെത്തേഡാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഏതായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഏതായിരിക്കും? ടൈം റേറ്റ് സിസ്റ്റം, ഹാൽസി പ്രീമിയം സിസ്റ്റം, ഒരു ടൈം റേറ്റ് സിസ്റ്റം കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നൺ ഓഫ് ദീസ്. 2 ടൈം റേറ്റ് സിസ്റ്റം വന്നുകൊണ്ട് ഈ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തേക്കാണ്. പക്ഷേ ആൻസർ ഏതാണ്? ടൈം റേറ്റ് സിസ്റ്റം ആണ് കേട്ടോ. ആൻസർ വരുന്നത് ടൈം റേറ്റ് സിസ്റ്റം തന്നെയാണ്. Which of the following method of wage payment is most suitable where the speed of production is beyond the control of worker? ഏതാണ്? ടൈം റേറ്റ് സിസ്റ്റം. അടുത്തത്, അണ്ടർ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം. മെറിക്സ് പീസ് റേറ്റ് സിസ്റ്റം നമ്മൾ പഠിച്ചതാണല്ലേ. മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റത്തിൽ 110% of ordinary piece rate is given workers whose level of performance is between 110% ഓഫ് ബേസിക് പീസ് റേറ്റ് നമ്മൾ എപ്പോഴാണ് ഏത് എഫിഷ്യൻസി ഉള്ള ആൾക്കാണ് കൊടുക്കുന്നത്? ഏത് എഫിഷ്യൻസി ഉള്ള ആൾക്കാണ് 110% കൊടുക്കുന്നത്? ഇത് 3 കാറ്റഗറിയാണ് ആകെയുള്ളൂ. ഏതൊക്കെയായിരുന്നു? അപ് ടു 83% ബേസിക് പീസ് റേറ്റ് കൊടുക്കുക. 83 മുതൽ 100% വരെ 110% ഓഫ് ബേസിക് പീസ് റേറ്റ് കൊടുക്കുക. പിന്നെയോ അറ്റ് ഓർ എബവ് 100% ആണെങ്കിൽ 120% ഓഫ് ബേസിക് പീസ് റേറ്റ് കൊടുക്കുക. ഇതാണ് മെറിക്സിൻ്റെ 3 കാര്യങ്ങൾ. ഇതിൽ 110% കൊടുക്കുന്ന ആൾക്ക് എത്ര എഫിഷ്യൻസി വേണം എന്നതാണ് ക്വസ്റ്റ്യൻ. എത്രയായിരിക്കും വേണ്ടത്? 83 to 100% അല്ലേ. 83% to 100% ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ക്രിച്ചി എക്സ്പെൻസസ്? ബേസിസ് ഓഫ് അപ്പോർഷ്മെൻറ്റ്. എന്താണ് അപ്പോർഷ്മെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്? ഒരു കോമൺ കോസ്റ്റിനെ നമ്മൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അപ്പോർഷനിങ് ചെയ്ത് കൊടുക്കുന്ന ആ മെത്തേഡിനെയാണ് അപ്പോർഷ്മെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രഷി എക്സ്പെൻസസ് അതിൻ്റെ ബേസിസ് ഓഫ് അപ്പോർഷ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫീമെയിൽ എംപ്ലോയീസ്. ഒരു കമ്പനിയിൽ എത്ര ഫീമെയിൽ എംപ്ലോയീസ് ഉണ്ട് എന്നതാണ് അതിൻ്റെ ബേസിസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലൊന്ന് നോക്കാം. Expenses which are not actually incurred but is included for taking managerial decisions are called. Not actually incurred ആണ്, പക്ഷേ മാനേജീരിയൽ ഡിസിഷൻസ് ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇൻക്ലൂഡ് ചെയ്യുന്നു. അത് ഏത് എക്സ്പെൻസ് ആണ്?
നോർമൽ, ഫിക്സഡ്, അബ്നോർമൽ, നോഷണൽ. ഏത് എക്സ്പെൻസ് ആണ്? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് ഈ സെൻറ്റൻസ് തന്നെയാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് ആക്ച്വലി ഇൻക്ലൂഡ് ബട്ട് ഈസ് ഇൻക്ലൂഡഡ് ഫോർ ടേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻസ് ആർ കോൾഡ്. ഏത് വരും? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. നോഷണൽ എക്സ്പെൻസ് ആണ് ഉത്തരം. ഓപ്ഷൻ ഡി, നോഷണൽ എക്സ്പെൻസസ്. അടുത്തത്, the costing method in which each job is treated as a cost unit to which all costs are assigned is. Each job is treated as a cost unit. ഏതിലാണ് അങ്ങനെ വരുന്നത്? ഓരോ ജോബും കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതാണ്? കറക്റ്റായിട്ട് നമ്മൾ അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിൽ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി, ജോബ് കോസ്റ്റിംഗ് ആണ്. ദ കോസ്റ്റിംഗ് മെത്തേഡ് ഇൻ വിച്ച് each job is treated as a cost unit. ഏതാണ്? ജോബ് കോസ്റ്റിംഗ്. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. വെയർ ആക്ച്വൽ ലോസ് in a process is less than the anticipated loss. പ്രോസസ്സിലെ ആക്ച്വൽ ലോസ് കുറവാണ്, ആൻറ്റിസിപ്പേറ്റിനേക്കാളും കുറവാണ് ആക്ച്വൽ ലോസ് എങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഈസ് കൺസിഡേർഡ് ആസ്. അതിൻ്റെ ഡിഫറൻസ് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? എന്തായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക? നമ്മൾ ഒരു ലോസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്, പക്ഷേ ആക്ച്വൽ ലോസ് അത്രയും വന്നില്ല. അപ്പോൾ നമ്മളത് അബ്നോർമൽ ഗെയിൻ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓപ്ഷൻ സി, അബ്നോർമൽ ഗെയിൻ. വെയർ actual loss in a process is less than the anticipated loss, the difference between the two is considered to be abnormal gain. Abnormal gain ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the most important criteria for distinguishing between scrap, byproduct and joint product. സ്ക്രാപ്പ്, ബൈ പ്രൊഡക്റ്റ്, ജോയിൻറ്റ് പ്രൊഡക്റ്റ്, ഇതും അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. സ്ക്രാപ്പ് എന്താണ്, ബൈ പ്രൊഡക്റ്റും ജോയിൻറ്റ് പ്രൊഡക്റ്റും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ സ്ക്രാപ്പ്, ബൈ പ്രൊഡക്റ്റ്, ജോയിൻറ്റ് പ്രൊഡക്റ്റ് അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഏതാണ്? ക്വാളിറ്റി ആണോ, റിലേറ്റീവ് സെയിൽസ് വാല്യൂ ആണോ, അക്സെപ്റ്റബിലിറ്റി ആണോ, അതോ നൺ ഓഫ് ദീസ് ആണോ? ഏത് വരും? ഓപ്ഷൻ ബി, റിലേറ്റീവ് സെയിൽസ് വാല്യൂ ആണ് വരുന്നത്. The most important criteria for distinguishing between scrap, byproduct and joint product is relative sales value. Option B ആണ് relative sales value. അടുത്ത question, to obtain break-even point in rupee sales value, total fixed cost is divided by. ബ്രേക്ക്-ഇവൻ പോയിന്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിനെ എന്തുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു? പി വി റേഷ്യോ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പി വി റേഷ്യോ, കോൺട്രിബ്യൂഷൻ എന്നിവ കാണാനൊക്കെ നമ്മൾ പഠിച്ചതാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ചെറിയ പ്രോബ്ലംസ് ആണ്, മിക്കവാറും ചോദിക്കാറുള്ള ടൈപ്പ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും നോക്കണം കേട്ടോ. To obtain break-even point in rupee sales value, total fixed cost is divided by PV ratio. Fixed cost divided by PV ratio. Okay. അടുത്തത്, the break-even point is a point at which, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ. എന്താണ് break-even point എന്ന് പറയുന്നത്? ഓപ്ഷൻ നോക്കി, there is no profit, no loss. Contribution margin is equal to total fixed cost. Total revenue equal to total fixed cost. ഇതിലേതാണ്, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബോവ്, ഏതാണ് ബ്രേക്ക്-ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്? ദ ബ്രേക്ക്-ഇവൻ പോയിന്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ഇതെല്ലാം വരും. ഓൾ ഓഫ് ദി എബോവ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ദർ ഈസ് നോ പ്രോഫിറ്റ്, നോ ലോസ്, കോൺട്രിബ്യൂഷൻ മാർജിൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മാർജിൻ ഓഫ് സേഫ്റ്റി. കണ്ടോ, മാർജിൻ ഓഫ് സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഇപ്പോഴത്തെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് റെഫേർഡ് ടു ആസ് excess of actual sale over fixed expenses, excess of actual sales over variable expenses, excess of actual sales over break-even analysis, excess of budgeted sales over fixed cost. ഏതാണ് ഇതിൽ വരിക? മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി കാണാനുള്ള ഇക്വേഷൻ ഓർത്താൽ മതി. എങ്ങനെയാണ് കാണുന്നത്? ഓപ്ഷൻ എ, എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓവർ ഫിക്സഡ് എക്സ്പെൻസസ്. എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓവർ ഫിക്സഡ് എക്സ്പെൻസസ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ക്ലാസ് കേൾക്കുമ്പോൾ ലെക്ചർ നോട്ട് എഴുതാൻ പറയാറുണ്ട് അല്ലേ. ക്ലാസ് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ജസ്റ്റ് പോയിൻ്റ്
രീതിയിൽ എഴുതുക അല്ലേ, അങ്ങനെ ഞാൻ പറയാറുണ്ട്. അത് എത്ര പേര് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ചെയ്തവർക്കൊക്കെയാണ് ഈ പെട്ടെന്ന് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഡൗട്ട്, ഇപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഡൗട്ട് തോന്നുമ്പോൾ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു, അത് ഇതൊക്കെ കറക്റ്റാണോ ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളത് പെട്ടെന്ന് ഓടിച്ചു നോക്കാൻ സാധിക്കും അല്ലേ. ഇപ്പം അല്ലെങ്കിൽ നമ്മൾ ആ മെറിക്സിൻ്റെ കണ്ടില്ലേ, മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ്, ആ മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ആ 3 കാര്യങ്ങളാണ് അല്ലേ. എഫിഷ്യൻസി, അതിന് കൊടുക്കുന്ന പീസ് റേറ്റ്, അതൊക്കെ അത് മാത്രം നമ്മളൊരു ലെക്ചർ നോട്ട് എന്ന രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പരീക്ഷയുടെ ഒരാഴ്ച നമുക്ക് സിമ്പിളായിട്ട് ഈ ലെക്ചർ നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം നമ്മുടെ റിവിഷനൊക്കെ കഴിയും അല്ലേ. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മേക്ക് ഓർ ബൈ ഡിസിഷൻ ഈസ് മെയ്ഡ് ബൈ കമ്പയറിങ് പർച്ചേസ് പ്രൈസ് ഔട്ട്സൈഡ് വിത്ത്. മേക്ക് ഓർ ബൈ ഡിസിഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അത് ഏതിലാണ്? അപ്ലൈഡിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ മെറ്റീരിയൽ ലേബറിലൊക്കെ വരുന്നത് കൊണ്ട് അപ്ലൈഡ് കോസ്റ്റ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്ലൈഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഫുൾ തിയറി എല്ലാവരും കണ്ടുപഠിക്കാം അല്ലേ. ക്വസ്റ്റ്യൻ നോക്കി, മേക്ക് ഓർ ബൈ ഡിസിഷൻ ഈസ് മെയ്ഡ് ബൈ കമ്പയറിങ് പർച്ചേസ് പ്രൈസ് ഔട്ട്സൈഡ് വിത്ത്. ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? പർച്ചേസ് പ്രൈസും പിന്നെ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? വേരിയബിൾ കോസ്റ്റ് ആയിട്ടാണ്. Make or buy decision is made by comparing purchase price outside with the variable cost. അടുത്ത ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി റേഷ്യോ ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് ദ ഫോർമുല. ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ആക്ടിവിറ്റി റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? ആക്ടിവിറ്റി റേഷ്യോ ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് ദ ഫോർമുല ഏതാണ്? ഓപ്ഷൻ ബി, ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് അവേഴ്സ് ഇൻറ്റു 100. ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് അവേഴ്സ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ആക്ടിവിറ്റി റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ 50 ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇനി 50 ഇല്ല, ഇനി 30 കൂടിയുള്ളൂ. അത് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും എല്ലാവരും പഠിക്കുക. ഇതായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ കാണുക, പറ്റുന്നതൊക്കെ വായിക്കാനും ശ്രമിക്കുക. റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടോ, നമ്മുടെ മൊഡ്യൂളിലുള്ളതാണെങ്കിലും നമ്മുടെ സിലബസിലുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും മാക്സിമം നിങ്ങൾക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.